ബംഗ്ലാദേശിൽ യൂനുസ് സർക്കാരിനെതിരെ സൈനിക അട്ടിമറിക്ക് സാധ്യത. അടിയന്തര യോഗം ചേർന്ന സൈന്യം യൂനുസ് സർക്കാരിനെ പുറത്താക്കി ഭരണം പിടിക്കാനാണ് നീക്കമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഊഹാപോഹങ്ങളിൽ വിശ്വസിക്കരുതെന്ന് മുഹമ്മദ് യൂനുസ് പറഞ്ഞു. ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മുഹമ്മദ് യൂനുസ്. ബംഗ്ലാദേശിൽ വീണ്ടും അട്ടിമറിക്ക് കളമൊരുങ്ങുകയാണ്. മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിനെതിരെ വൻ പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിലാണ് സൈന്യത്തിന്റെ നീക്കം. വരും ദിവസങ്ങളിൽ സുപ്രധാനമായ ചില സംഭവങ്ങൾക്ക് ബംഗ്ലാദേശ് സാക്ഷ്യം വഹിക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സൈനിക മേധാവി വഖർ ഉസ്മാന്റെ നേതൃത്വത്തിൽ സൈന്യം തിങ്കളാഴ്ച അടിയന്തര യോഗം വിളിച്ചിരുന്നു. 5 ലഫ്റ്റനന്റ് ജനറൽമാരും 8 മേജർ ജനറൽമാരും സ്വതന്ത്ര ബ്രിഗേഡുകളുടെ കമാൻഡർമാരും യോഗത്തിനെത്തി. ഒന്നെങ്കിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ ദേശീയ ഐക്യ സർക്കാർ രൂപീകരിക്കുക എന്നതാണ് സൈന്യത്തിന്റെ ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇത്തരം വാർത്തകളെല്ലാം ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യൂനുസ് തള്ളുന്നുണ്ട്. ജനം, ഡൽഹി.